പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പുൽവാമ ഭീകരാക്രമണത്തെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാം അറിയാമായിരുന്നുവെന്നാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത്. എന്നാൽ രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി മോദി സൈനികരെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നുവെന്നും മമത ആരോപിക്കുന്നു. കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയിലാണ് മമതാ ബാനർജി മോദിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. സ്വേച്ഛാധിപത്യ സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്നും മമത ആരോപിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തെ പറ്റി മോദി സർക്കാരിന് അറിവുണ്ടായിരുന്നു. അവിടെ ഇന്റലിജൻസ് സേവനം ലഭ്യമാണ്. പിന്നെ എന്തുകൊണ്ട് സർക്കാർ സൈനികരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയില്ല? രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി മോദി സൈനികരെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു, മമതാ ബാനർജി പറയുന്നു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുദ്ധക്കൊതി ഉണ്ടാക്കിയെടുക്കാനാണ് ഭീകരാക്രമണത്തിലൂടെ സർക്കാർ ശ്രമിച്ചതെന്ന് മമത കൂട്ടിച്ചേർത്തു. ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് സഹോദരന്മാരാണെന്നും അവരുടെ കൈകളിൽ നിരപരാധികളുടെ രക്തം പുരണ്ടിട്ടുണ്ടെന്നും മമത ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തൃണമൂൽ പ്രവർത്തകർ ജാഗരൂകരായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റിലും വിജയിക്കാനാകുമെന്ന് മമതാ ബാനർജി അവകാശപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരി 14-നാണ് കാശ്മീരിലെ പുൽവാമയിൽ 44 CRPF ജവാന്മാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവന്തിപ്പോറയിൽ സൈനിക വ്യൂഹത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കുഴിബോംബ് സ്ഫോടനത്തിന് ശേഷം ഭീകരർ വെടിവയ്പ് നടത്തിയിരുന്നു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പരിക്കേറ്റ ജവാന്മാർ പലരുടെയും നില ഗുരുതരമായിരുന്നു. 78 വാഹനങ്ങളിലുണ്ടായിരുന്നത് 2547 ജവാന്മാരായിരുന്നു. പുൽവാമ സ്വദേശിയായ ആദിൽ അഹമ്മദാണ് CRPF ജവാന്മാർക്ക് നേരെ ചാവേർ ആക്രമണം നടത്തിയത്. CRPF വാഹന വ്യൂഹത്തിലേക്ക് സ്ഫോടക വസ്തു നിറച്ച കാർ ആദിൽ ഇടിച്ചു കയറ്റുകയായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ തക്കതായ തിരിച്ചടിയും നൽകിയിരുന്നു. രാജ്യം സുരക്ഷിതമായ കൈകളിലായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവങ്ങൾക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പുൽവാമ ആക്രമണം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിക്കെതിരെ ആയുധമാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അംഗം കുറിച്ച സമയത്ത് എന്തായാലും പുൽവാമയിലൂടെ തന്നെ BJPയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. പുൽവാമ ഭീകരാക്രമണത്തെ രാജ്യം മുഴുവൻ അപലപിക്കുമ്പോഴും പ്രതിപക്ഷം അതിനെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് ശ്രമിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണം മോദിയുടെ കഴിവുകേടാണെന്നുള്ള തരത്തിൽ വരെ വാർത്തകൾ പരന്നിരുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പുൽവാമയിൽ രാഷ്ട്രീയം പറയില്ലെന്ന് ആവർത്തിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ മുന്നിട്ടിറങ്ങുന്നതും പുൽവാമയെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.